ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് റവയും ഒരു കപ്പ് തേങ്ങയും വെച്ചിട്ടുള്ള കറികളൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് എൻ്റെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ നമുക്ക് വറുക്കാത്തതോ വറുത്തതോ ആയ റവ ഏത് വേണേലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രഷായിട്ട് നമ്മൾ ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് ഒരല്പം കൂടിയാലും ഒരല്പം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 6 എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് റവയിലേക്കും ഒരു പച്ചമുളക് മതി, എരിവ് കൂടിപ്പോണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകം. പിന്നെ 250 ml കപ്പിൽ നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ഒരല്പം കൂടി അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് അപ്പസോഡ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പസോഡ ചേർക്കുന്നത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാവും, എന്നാലും അത്യാവശ്യം നല്ലോണം ഒരു സോഫ്റ്റ് കിട്ടാൻ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പിഞ്ച് അപ്പസോഡ ചേർത്തത്. അപ്പസോഡ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെ, ഇത് നന്നായിട്ടൊന്ന് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ സ്ഥിരമായിട്ട് നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ കയ്യിലില്ലെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അത്യാവശ്യം ഒരു വലുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചെറുതാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ അളവിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കപ്പ് റവയും ഒരു കപ്പ് തേങ്ങയും വെച്ചിട്ടുള്ള ഇതിൽ 3 പേർക്ക് കഴിക്കാനുള്ള അപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് ഒരല്പം നല്ലെണ്ണയൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് മറിച്ചിടുന്നുണ്ട്. മറിച്ചിടണമെന്നൊന്നുമില്ല, മറിച്ചിടാതെയും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം മറിച്ചിടുമ്പോൾ ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ അത് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ നമ്മൾ തലേ ദിവസം അരിയൊന്നും വെള്ളത്തിടാതെയൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ചായയുടെ ഒപ്പം മാത്രം നമുക്കിത് കഴിക്കാൻ പറ്റും. വേറെ കറികളൊന്നും വേണമെന്നും ഒരു നിർബന്ധവുമില്ല. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡായി വരുന്ന സമയത്ത് നമുക്കൊരല്പം നല്ലെണ്ണ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചുരുട്ടി കൂട്ടിയൊക്കെ എടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.